ഹായ് ഗൈസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. നമ്മളെ +1 മാത്സിലെ 5th ചാപ്റ്റർ ആയ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന അടിപൊളി ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളെ 5th ചാപ്റ്റർ ആയ ഈവൻ +1 മാത്സിലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും കുഞ്ഞു ചാപ്റ്റർ എന്ന് നമുക്ക് പറയാം, ലീനിയർ ഇനീക്വാളിറ്റീസ്. ആകെ ഈ ചാപ്റ്ററിൽ ഒരൊറ്റ കോൺസെപ്റ്റേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഈവൻ എക്സാമിനായാൽ പോലും 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടാവുക. സയൻസിനായാലും കൊമേഴ്സിനായാലും അതുപോലെ തന്നെയാണ്. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ചാപ്റ്ററിന്റെ ഐഡിയാസ് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇനീക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി അതേപോലെ ലീനിയർ എന്ന ടേം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് നമുക്ക് പറയാം. ഇനീക്വാളിറ്റി എന്ന് പറയുന്നതിന് മുന്നേ നമ്മളിപ്പോ ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ ഉള്ള ആരുവാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വിളിക്കാം. അപ്പോൾ A=2 അല്ലെങ്കിൽ A=B ഇതൊരു ഇക്വേഷൻ ആണെന്ന് പറയാം, കാരണം അവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. സോ ഈക്വൽ ടു സൈൻ ഉള്ള ആൾക്കാരെ നമ്മൾ ഇക്വേഷൻ വിളിക്കും. അപ്പൊ ഞാൻ A=2 എന്ന് പറയാൻ അർത്ഥം എന്താ? എന്റെ വാല്യൂ 2 ആണ്, അത്രേ ഉള്ളൂ അല്ലേ. ഇനി എന്റെ വാല്യൂ 2 അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സിമ്പിൾ ഇടും അല്ലെ. ഇതിന്റെ അർത്ഥം എന്താ? A=2, അതായത് എന്റെ വാല്യൂ 2 അല്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2 അല്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഒന്നെങ്കിൽ 2-നേക്കാളും വലിയ നമ്പർ ആവും, അല്ലെങ്കിൽ 2-നേക്കാളും ചെറിയ നമ്പർ ആവും. ഈ 2 പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. ഈ നോട്ട് ഈക്വൽ, ആ നോട്ട് ഈക്വൽ ആണ് കേസിനാണ് നമ്മൾ ആക്ച്വലി ഇനീക്വാളിറ്റി എന്ന് പറയാ. അത് 2 ടൈപ്പാണ് ബേസിക് ആയിട്ടുള്ളത്, ഒന്ന് ഗ്രേറ്റർ ദാനും ഒന്ന് ലെസ് ദാനും. ഇതിന്റെ ഇതിങ്ങനെ എഴുതിയാ വായിക്കുക A=2, ഇങ്ങനെ എഴുതിയാ വായിക്കുക A=2. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ലേ ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഇനീക്വാളിറ്റീസ്? ഇത് വെച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി ലീനിയർ എന്ന് വിളിച്ചത് എന്തിനാ? നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എക്സോ വൈ എന്തെങ്കിലും ഒരു വേരിയബിൾ ആവട്ടെ. ഇപ്പൊ എക്സ് ആണെങ്കിൽ അതിന്റെ പവർ 1 ആയിരിക്കും, 2-ലേക്കോ 3-ലേക്കോ ഒന്നും പോകില്ല. സോ അതാണ് ലീനിയർ ഇനീക്വാളിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് എടുക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഐഡിയാസ് എന്തൊക്കെയാണെന്ന് സാറ് ഫസ്റ്റ് പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഇഫ് 5x - 3 = 3x + 1. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക? അത് മാത്രം എനിക്ക് പറഞ്ഞാൽ മതി, പെട്ടെന്ന് പറഞ്ഞേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യാ? നമ്മൾ ചെയ്യാം, നമുക്ക് എക്സിനാണ് കാണേണ്ടത്. സോ എക്സിനെ മൊത്തം ഒരു സൈഡിലേക്ക് വെക്കും, എക്സ് ഇല്ലാത്ത ആൾക്കാരൊക്കെ വേറെ സൈഡിലേക്ക് വെക്കും. അപ്പൊ അവസാനം നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഇത് ആക്ച്വലി ഇനീക്വാളിറ്റി അല്ല, ഇതെന്താണ്? ഇതൊരു ഇക്വേഷൻ ആണ്. റെഡി അല്ലേ? സോ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ 5x എന്ന് പറയുന്നത് ഒരു എക്സ് ഉണ്ട്, 3x-ലും എക്സ് ഉണ്ട്. അതായത് ഈക്വൽ ടു 2 സൈഡിലും എക്സ് ഉള്ള ടേം ഉണ്ട്. സോ ഇങ്ങനെ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എക്സിനെ മൊത്തം ഒരു സൈഡിലേക്ക് ആക്കാം. അത് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വെക്കാം. അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ബട്ട് നമ്മൾ പൊതുവേ ചെയ്യാറ് എക്സിനെ നെഗറ്റീവ് ആക്കാൻ നോക്കൂല. ഇപ്പൊ നിങ്ങൾ പല ആൾക്കാർക്കും തോന്നിട്ടുണ്ടാവുക ഈ 3x-നെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അല്ലേ. മിക്ക ആൾക്കാർ ഞാനാണ് തോന്നിട്ടുണ്ടാവുക. റെഡി, ഈ 3x-നെ അങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം ഇവിടെ ഓൾറെഡി 5x ഉണ്ട്, വലിയ എക്സാ. ഇനി ഞാൻ 5x-നെ അങ്ങോട്ട് കൊണ്ടുപോകണം, ശരിയാണോ? അതായത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്ത് ഈ 5x-നെ അങ്ങോട്ട് കൊണ്ടുപോയി, 3x-നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം 5x-നെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഒന്ന് പറയടാ. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ബട്ട് നമ്മൾ അങ്ങനെ ചെയ്യാനില്ല. കാരണം എന്താ? ഇത് ഇവിടെ എക്സ് ഓൾറെഡി വലിയ എക്സ് ആണുള്ളത്. ഈ 5x അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും. അപ്പൊ നെഗറ്റീവ് കാണുമ്പോൾ നമുക്കൊരു പ്രയാസമാണ് അല്ലേ. അപ്പൊ ആ ഒരു കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മിക്കപ്പോഴും ചിലപ്പോഴും എന്താ ചെയ്യാറ്? വലിയ സൈഡിലേക്ക് കുറെ ഉള്ള സ്ഥലത്തേക്ക് ഉണ്ടാവും. ഇവിടെ 5x ഉണ്ട്, ഇവിടെ 3x ഉള്ളൂ. സോ 3x-നെ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓൾറെഡി 5x ഉണ്ട്. ഈ 3x പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. പ്ലസ് ആയിട്ടുള്ള ഒരാൾ നമുക്കറിയാവുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ്. പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആൻഡ് വൈസ് വേഴ്സ. മൈനസ് ആയിട്ടുള്ള ടേം ആണ് വരുന്നെങ്കിൽ പ്ലസ് ആവും. അതേപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, മൾട്ടിപ്ലൈ ചെയ്ത ആൾ ഡിവൈഡ് ആവും, ഡിവൈഡ് ചെയ്ത ആൾ മൾട്ടിപ്ലൈ ആവും. ഈ ഒരു ബേസിക്, ഇത്രയും ബേസിക് ഫണ്ടമെന്റലും അത് നിങ്ങൾക്ക് ആക്ച്വലി ചാപ്റ്റർ പഠിക്കാൻ റെഡി അല്ലേ. സോ അപ്പൊ നമ്മളെ 5x-ന്റെ സൈഡിലേക്ക് 3x വരുമ്പോൾ -3x ആവും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് 2x എന്ന് കിട്ടും. എല്ലാം നിങ്ങൾ 5x-നാണ് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് മാറും. ആ നെഗറ്റീവിന്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കുന്നില്ലേ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് 5x എന്ന് പറയുന്ന ആൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. 3x ഇങ്ങോട്ട് വന്നപ്പോൾ -3 ആയി, -3x ആയി.
സോ 5x ഇയാൾ വന്നപ്പോൾ -3x ആയി. ഇനി ഇതിന് കൂടുതൽ -3 ഉണ്ട്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ആ -3 അങ്ങോട്ട് കൊണ്ടുപോയി. അതായത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. എന്തൊക്കെ രണ്ട് കാര്യങ്ങൾ? 3x അങ്ങോട്ട് കൊണ്ടുവന്ന് അറ്റ് ദി സെയിം ടൈം -3 അങ്ങോട്ട് കൊണ്ടുപോയി. സോ നമ്മൾ നേരത്തെ പറഞ്ഞു മൈനസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്ലസ് ആയിട്ടാണ് നിൽക്കാം. ഒന്നുമില്ലല്ലോ. സോ 5x - 3 ഈക്വൽ ടു 5x - 3 ഈക്വൽ ടു ഓൾറെഡി അവിടെ ആരുണ്ടടാ? അവിടെ 1 ഉണ്ടല്ലോ. സോ ഈ 1ന്റെ സൈഡിലേക്കാണ് 3 പോകുന്നത്. സോ +3 ആയി മാറും. ഇത്രയും ഏത് സ്റ്റെപ്പ് എന്തൊരു ബേസിക്സ് ആണ്. ഇത്ര ബേസിക്സ്, ഈ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കഴിയും. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഡിഫറെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചെറിയ ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ചില ഏരിയാസ് ഉണ്ട്. സാർ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ. സോ സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ് ചെയ്ത് 5x - 3x ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 2x കിട്ടുമല്ലോ. സോ 5x - 3x ചെയ്താൽ നമുക്ക് 2x കിട്ടും. സോ 2x ഈക്വൽ ടു 1 + 3 ചെയ്താൽ നമുക്ക് 4 കിട്ടും. 2x = 4. നിങ്ങൾ എന്താ ചെയ്യാ? നമുക്ക് x അല്ലേ കാണണ്ടേ? എക്സിന്റെ കൂടെ ആരുണ്ട്? 2 ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ 2 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. സോ 2 അങ്ങോട്ട് പോകുന്നു. സോ x ഈക്വൽ ടു, അപ്പൊ ഈ x ഫ്രീ ആവും അല്ലേ? x ഈക്വൽ ടു 4/2. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് 2 കിട്ടി. ഇത്രേ ഉള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. സോ ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എന്തും സോൾവ് ചെയ്യാറ്, ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുക. ബട്ട് ഇങ്ങനെ ഇത്ര ഡയറക്റ്റ് ഫോമിൽ ആയിരിക്കണം എന്നില്ല. നമ്മളിങ്ങനെ ഡയറക്റ്റ് ഫോമിലേക്ക് മാറ്റണം. ആ ഒരു സ്കില്ല് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നമുക്ക് നോക്കാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചോദിക്കാനുള്ളത്. റെഡി അല്ലേ? സോ ഇവിടെ x = 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2, വേറെ ചോദ്യമൊന്നുമില്ല. റെഡി അല്ലേ? ഈ ഒരു ഇനീക്വാളിറ്റി വരുന്ന കേസിൽ നമുക്കിപ്പോ ഈ ഒരു കേസിലാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അവസാനം x <2 എന്ന് കിട്ടി. x <2 എന്ന് പറഞ്ഞാൽ 2ൽ കുറവ്, അത്രേ ഉള്ളൂ. അത് എന്ത് വേണമെങ്കിലും 2ൽ കുറവുള്ള നമ്പേഴ്സ് ഇതൊക്കെ 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, ഇങ്ങനെ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അതിൽ നമുക്ക് ചിലപ്പോ നെഗറ്റീവ്, ഇൻഫിനിറ്റി കുറെ ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാവരും കൺസിഡർ ചെയ്യാം. ബട്ട് ഇതിൽ തന്നെ ചില റെസ്ട്രിക്ഷൻസ് ക്വസ്റ്റ്യനിൽ പറയും. നമുക്ക് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിലുണ്ട് നിങ്ങൾ സോൾവ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആണ്, അത് മനസ്സിലാക്കുക. റെഡി അല്ലേ? സോൾവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ആളെന്താ? 5x - 3. അതായത് നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണോ? യെസ്. 5x - 3 3x + 1 സെയിം സാധനം അല്ലേ? സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു കേസിൽ ഈക്വൽ ടു നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പിലും കീപ്പ് ചെയ്തില്ലേ, അതേപോലെ ഇവിടെ ആര് കീപ്പ് ചെയ്യാ? ഇവിടുത്തെ ഇനീക്വാളിറ്റി കീപ്പ് ചെയ്യാം. ഒന്ന് പെട്ടെന്ന് ചെയ്യാം. സാർ നേരത്തെ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ആയതുകൊണ്ട്, സെയിം പ്രൊസീജിയർ ആയതുകൊണ്ട് സാർ ക്വിക്ക് ആയിട്ട് പറയുന്നുണ്ട്. ഓൾറെഡി 5x - 3 ലെസ് ദാൻ അവിടെ ആരുണ്ട്? 3x + 1. നമ്മൾ ഒബ്ജക്റ്റീവ് എന്താ? x മൊത്തം ഒരു സൈഡിലാവണം. അതിനു വേണ്ടി ഈ 3x നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഏത് സൈഡിലേക്ക്? 5xന്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാ. റെഡി അല്ലേ? സോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ 3x ഇങ്ങോട്ട് വരും, -3 എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് പോകും. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും അല്ലെ? വേഗം പറഞ്ഞോ. 5x 3x ഇങ്ങോട്ട് വരുമ്പോ -3x ആവും. കുഴപ്പമില്ലല്ലോ. യെസ്. ലെസ് ദാൻ അവിടെ ഓൾറെഡി ആരുണ്ടായിരുന്നു? 1 ഉണ്ടായിരുന്നു. 3 അങ്ങോട്ട് പോകുമ്പോ +3 ആവും. സോ നേരത്തെ പോലെ 2x < 4 x < 2 കിട്ടി. ആക്ച്വലി ഇതോടുകൂടി നമ്മളെ സൊല്യൂഷൻ ആയി. എക്സിന്റെ വാല്യൂ <2. ഇനിയാണ് പ്രശ്നം. രണ്ട് കേസ് പറഞ്ഞേ. എക്സ് ഒരു ഇന്റിജർ ആവുമ്പോ എന്താ കിട്ടുക? എക്സ് ഒരു റിയൽ നമ്പർ ആവുമ്പോ എന്താ കിട്ടുക? ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ രണ്ടും പ്രത്യേകം ചോദിക്കൂല. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ക്വസ്റ്റ്യനിൽ ഇന്റിജർ എന്നോ റിയൽ നമ്പർ എന്നോ നാച്ചുറൽ നമ്പർ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക അതെന്താണെന്ന് മനസ്സിലാക്കുക, റിയൽ നമ്പർ ആണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഡീൽ ചെയ്യാം. റെഡി അല്ലേ? സോ എക്സ് ഒരു റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എക്സ് ഒരു ഇന്റിജർ ആണെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് ഇയാൾ ഇവിടെ നിൽക്കട്ടെ. യെസ്, നമുക്ക് x < 2 എന്ന് കിട്ടി. ഇനി ഒന്നാമത്തെ കേസ് നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് കേസിൽ പറഞ്ഞത് x എന്ന് പറഞ്ഞ ആള് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? x ഒരു ഇന്റിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടാ <2 2ൽ കുറവുള്ള ഇന്റിജേഴ്സ് ഏതൊക്കെ? 2ൽ കുറവുള്ള ഇന്റിജേഴ്സ് ഒക്കെ ഈ ഫസ്റ്റ് കേസിൽ വരും. സോ x ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ 1 എന്ന് പറയാം, 0 പറയാം, -1 എന്ന് പറയാം, -2 -3 അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. മനസ്സിലായോ? ഇനി വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇന്റിജർ എന്ന് പകരം ഹോൾ നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പോകാൻ പറ്റുള്ളൂ. കാരണം 2ൽ കുറവുള്ള ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ 1 ഉം 0 മാത്രമേ ഉള്ളൂ. ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 0 നിങ്ങൾ കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് x = 1 കിട്ടും. എല്ലാ കേസിലും ഇങ്ങനെ ആണെന്നില്ല. ബട്ട് റിയൽ നമ്പർ ആകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. റിയൽ നമ്പർ ആകുമ്പോൾ നമ്മളെ +1 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സെറ്റ് നമ്മൾ പഠിച്ചില്ലേ? ആ ചാപ്റ്ററിൽ നമ്മൾ റിയൽ നമ്പറിന്റെ സബ്സെറ്റുകൾ എടുക്കുമ്പോൾ എന്തൊക്കെയോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? റിയൽ നമ്പറിന്റെ സബ്സെറ്റ് എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്?
റിയൽ നമ്പറിന്റെ സബ്സെറ്റ് എടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതാ റിയൽ നമ്പറിന്റെ സബ്സെറ്റ് എടുക്കുമ്പോൾ നമുക്ക് സാധാ പോലെ എഴുതാൻ പറ്റൂല. ഇപ്പം ഒരു എക്സാമ്പിൾ, നാച്ചുറൽ നമ്പറിന്റെ സബ്സെറ്റ് സാർ ഇപ്പോൾ ഒരു 1 2 3 4 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി എക്സ് ബിലോങ്സ് ടു എൻ. നാച്ചുറൽ നമ്പർ ആണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ഇതിനർത്ഥം എന്താ 1 2 3 4 നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ സെയിം സാധനം എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 ഇങ്ങനെ ചോദിച്ചാൽ ഇതേപോലെ ലിസ്റ്റ് ചെയ്ത് എഴുതൽ പോസിബിൾ അല്ല. മനസ്സിലായോ? കാരണം എന്താ, റിയൽ നമ്പർ 1 കഴിഞ്ഞാൽ ഓക്കെ ഇവിടുന്ന് മനസ്സിലായി 1 മുതലുള്ള റിയൽ നമ്പറാ. 1 ഫസ്റ്റ് നമ്പർ 1, ലാസ്റ്റ് ആളാരാ? എനിക്ക് വേണ്ട 1 കഴിഞ്ഞ അടുത്ത ആളാരാ? 1 കഴിഞ്ഞ അടുത്ത ആള് 2, 2ന്റെ മുന്നേ 1.1 ഒക്കെ ഇല്ലേ? അപ്പൊ 1.1 അടാ അതിന്റെ മുന്നേ 1.01 ഇല്ലേ? 1.001 ഇല്ലേ? അപ്പൊ ഇത് പറയല് പോസിബിൾ അല്ല. ആ സമയത്ത് നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓർമ്മയില്ലേ? ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ് ഇന്റർവെൽ എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചു ഓർമ്മയുണ്ടോ? യെസ്, ആ ഒരു ഓപ്പൺ ക്ലോസ്ഡ് അതായത് ഇന്റർവെൽ ഫോമിലേക്ക് കൊണ്ടുവരണം. സോ റിയൽ നമ്പറിന്റെ മിക്ക ക്വസ്റ്റ്യൻ നമ്മൾ ഇന്റർവെൽ വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഒന്നാമത്തത് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ആള് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ എന്നാ പറഞ്ഞത്. റിയൽ നമ്പർ ആകുമ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താവാം? നമുക്കൊന്ന് നമ്പർ ലൈനിൽ ആലോചിച്ച് നോക്കാം. 2 ഇതാണ്, 2ന്റെ അങ്ങോട്ടുള്ള എല്ലാ റിയൽ നമ്പർ ഇതോടെ സ്റ്റാർട്ട് ചെയ്യുന്ന മൈനസ് ഇൻഫിനിറ്റി അപ് ടു 2. 2 എന്ന് പറഞ്ഞ ആളുണ്ടോ? ഇല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടിട്ട് കൊടുക്കുക, ഓപ്പൺ ആക്കി കൊടുക്കുക. നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. സാർ തൽക്കാലം മരിച്ച് കാണിച്ചു തരാം. ഈ ജസ്റ്റ് ഒരു ഇന്റർവെൽ ഫോം കാണിച്ചു തരാം. എക്സ് ബിലോങ്സ് ടു, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. എക്സ് ബിലോങ്സ് ടു ഏത് മുതൽ ഏത് വരെ? മൈനസ് ഇൻഫിനിറ്റി അപ് ടു 2, രണ്ടും ഓപ്പൺ ഇന്റർവെല്ലിൽ. ഇവിടെ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആയിട്ട് കൊടുക്കണം. റെഡിയല്ലേ? ഇൻഫിനിറ്റി പറഞ്ഞ ആൾ എപ്പോഴും പിന്നെ ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു പെർട്ടിക്കുലർ വാല്യൂ ഇല്ല. ഇൻഫിനിറ്റി എന്താണ്? ഒരു ഫിക്സ്ഡ് വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ആളെ നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല. ഇൻഫിനിറ്റി കണ്ടാൽ എപ്പോഴും ഓപ്പൺ ഇന്റർവെൽ. ഈ ഇങ്ങനെ എഴുതുന്നതാണ് ഓപ്പൺ ഇന്റർവെൽ എന്നും ഇത് ക്ലോസ് ആണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാണല്ലോ. റെഡി? സോ മൈനസ് ഇൻഫിനിറ്റി ടു 2 ഇതാണ് നമ്മളെ റിയൽ നമ്പർ ആകുള്ള സൊല്യൂഷൻ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പ്രത്യേകം ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? റിയൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ സാറ് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ഇത്ര ഡയറക്റ്റ് ആയിരിക്കില്ല ക്വസ്റ്റ്യൻ. നമ്മൾ ചിലപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിക്കേണ്ടി വരും. നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീൽ ചെയ്യാം കേട്ടോ. റെഡി? ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് 4x + 3 ലെസ് ദാൻ 6x + 7. നേരത്തെ പാറ്റേണിൽ ഇനി ഈ ഒരു ലീനിയർ ഇനീക്വാളിറ്റീസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ പറഞ്ഞത് വേറെ രീതിയിലായിരിക്കും. സാറ് പറയുന്നത് അത് നിങ്ങൾ കഴിയുന്നത് എന്ത് ചെയ്യാനാണ്? അപ്പൊ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ നമുക്ക് ഈ 5x അങ്ങോട്ട്, ഇപ്പൊ ഈ 3x ഇങ്ങോട്ട് വന്നില്ലേ, അതിന് പകരം 5x ആണ് അങ്ങോട്ട് പോകുന്നെങ്കിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടാവുക? 5x എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഫൈനലി മൈനസ് എന്നുള്ള ഫോമിൽ കിട്ടും. അതായത് സാർ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കഴിയുന്നതും എക്സിനെ നെഗറ്റീവ് ആക്കാണ്ട് നിൽക്കാം. എങ്ങനെയാണ് എക്സിനെ നെഗറ്റീവ് ആക്കാണ്ട് നിൽക്കാം? ഈ എക്സ് നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് സാറ് പറഞ്ഞുതരാം. രണ്ട് രീതിയിലും കാണിച്ചുതരാം. ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ചോട്ടോ. സോ ആസ് യൂഷ്വൽ നമുക്ക് ചെയ്യാം, സാധാ പോലെ ചെയ്യാം. അതായത് നേരത്തെ ചെയ്ത ആ ഒരു പാറ്റേണിൽ ചെയ്യുകയാണെങ്കിൽ ഈ 6x എന്ന് പറയുന്ന ആളെ സാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ 3നെ സാർ അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ ഓൾറെഡി ഒരു 4x ഉണ്ടായിരുന്നു. നല്ലോണം ശ്രദ്ധിച്ചോളെ എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ 3 എന്ന് പറയുന്ന ആളെ അങ്ങോട്ട് കൊണ്ടുപോയി, 6x ഇങ്ങോട്ട് വന്ന്, യെസ് 6x ഇങ്ങോട്ട് വന്ന് 3 എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് പോയി. സോ 4x മൈനസ് 6x ഇനീക്വാളിറ്റി ലെസ് ദാൻ ആണ്. ലെസ് ദാൻ കൊടുത്ത് അവിടെ ഓൾറെഡി ഒരു 7 ഉണ്ട്. റെഡിയല്ലേ? ഇനി 3 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -3 ആവും. 7 - 3. ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സെറ്റ് അല്ലേ? അതായത് ഇവിടെ ഒരു 4x ഉണ്ടായിരുന്നു ഇനീഷ്യലി. ആ 4x നമ്മൾ തൊട്ടിട്ടില്ല. 4x അങ്ങനെ തന്നെ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നു സാറ്. റെഡി അല്ലേ? ഈ 6x എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ട് വരുമ്പോൾ അതായത് ഓൾറെഡി പ്ലസ് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളല്ലേ. സോ അത് -6x ആയി മാറി. ഇവിടെ ഓൾറെഡി ഒരു 7 ഉണ്ട്. ആ 7 സാറ് തൊട്ടിട്ടില്ല. അതുപോലെ അവിടെ ഉണ്ട്. ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ -3 ആയി. ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. റെഡി? 4x - 6x 4x 2x സോറി 4x 6x ഓടിച്ച സാർ ആൻസർ വിളിച്ചു പറഞ്ഞില്ലേ. 4x - 6x എന്ന് പറഞ്ഞാൽ -2x ആണ്. അവിടുത്തെ ഇനീക്വാളിറ്റി ലെസ് ദാൻ ആയതുകൊണ്ട് ലെസ് ദാൻ കൊടുക്കുക. ലെസ് ദാൻ പിന്നെ കിട്ടാൻ പോകുന്ന വാല്യൂ എത്ര? 7 - 3 അതായത് 4. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? എക്സ് ലെസ് ദാൻ, നല്ല പോലെ ശ്രദ്ധിച്ചോട്ടോ, എക്സ് ലെസ് ദാൻ ഓൾറെഡി ഒരു 4 ഉണ്ടല്ലോ. ഈ ഇൻറ്റു ചെയ്ത മൾട്ടിപ്ലൈ ചെയ്ത ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഡിവൈഡ് ആവും. മൾട്ടിപ്ലൈ ചെയ്ത ആൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവില്ലോ. സോ 4 ഡിവൈഡഡ് ബൈ -2. ഇങ്ങനെ 4 ഡിവൈഡഡ് ബൈ -2. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അതാ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഇപ്പൊ സാറ് പറയാൻ പോകുന്ന പോയിന്റ് ആട്ടോ.
എങ്ങനെ ഇപ്പൊ പറയാൻ പോകുന്ന പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, എന്താ പറഞ്ഞേ, നെഗറ്റീവ് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഇനീക്വാളിറ്റി ലെസ് ദാൻ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇയാൾ തിരിച്ചു ചെയ്യണം. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഏറ്റവും ബെറ്റർ ഇയാൾ മൈനസ് ആവാണ്ട് നോക്കാം. അത് മൈനസ് ആക്കാണ്ട് നിൽക്കാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. സാർ ഈ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റെഡി അല്ലേ? സോ എക്സ് ലെസ് ദാൻ 4/-2 നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ചെയ്യുകയാണെങ്കിൽ, നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇനീക്വാളിറ്റി റിവേഴ്സ് ആക്കണം. റിവേഴ്സ് ആക്കാറുള്ള ലെസ് ദാൻ എന്നുള്ള ആൾ എന്താക്കണം, ഗ്രേറ്റർ ദാൻ ആക്കണം അല്ലേ? സാറ് കാണിച്ചമാതിരി എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഇത് ലെസ് ദാൻ, റെഡി അല്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കില്ലേ? കുഴപ്പമില്ല, നോക്കട്ടെ. ലെസ് ദാൻ എന്നുള്ള ആള് ഗ്രേറ്റർ ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ എന്നുള്ള ആള് ലെസ് ദാൻ ആണോ, ഇനീക്വാളിറ്റി എന്താണോ അതിനെ റിവേഴ്സ് ചെയ്യാം. റെഡി അല്ലേ? സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ എക്സിനെ അതുപോലെ ഇതും 4/-2 ചെയ്താൽ കിട്ടുന്ന ആളെന്താ, അത് -2 ഇല്ല, അത് അതുപോലെ ഇതും. ബട്ട് നമ്മളെ ഇനീക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യും, ഗ്രേറ്റർ ദാൻ എന്നാക്കി മാറ്റും. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മനസ്സിലായോ? ഈ ഇനീക്വാളിറ്റി നോക്ക്, നേരത്തെ സ്റ്റെപ്പിൽ ഇയാൾ ലെസ് ദാൻ ഇനും, ഈ ലെസ് ദാൻ ഇനീക്വാളിറ്റി ഇവിടുത്തെ എന്തായി, ഗ്രേറ്റർ ദാൻ ആയി മാറി. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. സോ ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ. കഴിഞ്ഞ് എക്സ് ഗ്രേറ്റർ ദാൻ -2. ഇനി ചിലപ്പോൾ പറയും ഇയാളെ റിയൽ നമ്പർ ഫോം, നമുക്ക് റിയൽ നമ്പർ സബ്സെറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം, എക്സ് ബിലോങ്സ് ടു -2 മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം? യെസ്. സോ ഇയാളെ -2നും ഇൻഫിനിറ്റിയും ഓപ്പൺ കൊടുക്കുക. അവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇയാളെ ക്ലോസ് ഇന്റർവെൽ ആക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി സാറ് നേരത്തെ പറഞ്ഞില്ലേ നെഗറ്റീവ് ഇല്ലാണ്ട് ചെയ്യാം, അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതാണ് മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ നെഗറ്റീവ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സാറ് തോന്നിയത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റെഡി? സോ ഈ സെയിം ക്വസ്റ്റ്യൻ 4x + 3 ലെസ് ദാൻ 6x + 7 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, എക്സിനെ നെഗറ്റീവ് ആക്കാണ്ടൊക്കെ ആ സമയത്ത് നമ്മൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് റിവേഴ്സ് ആക്കുമ്പോൾ എന്തുകൊണ്ട് റിവേഴ്സ് ആക്കി എന്നൊരു ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കേസിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരൂല. അതാണ് അവിടെ ഒരു കുറച്ചും ലോജിക്ക് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നോ ഇഷ്യൂസ്. എപ്പോഴും ചെയ്യേണ്ടത്, അതായത് നെഗറ്റീവ് അല്ലാതെ രണ്ടാമത്തെ മെത്തേഡ് സാർ പറയാൻ പോകുന്നു കേട്ടോ. ഇങ്ങനെ ഈ റിവേഴ്സ് ആക്കുന്ന എന്തിനാണ് എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടി സാർ ഈ സെക്കൻഡ് മെത്തേഡ് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ നോക്കേണ്ട കാര്യം, എക്സ് കുറെ ഉള്ളത് ഇവിടെ 6x ഉണ്ട് അല്ലേ? ഇവിടെ എത്ര എക്സ് ഉണ്ട്, 6x ഉണ്ട്. ബട്ട് ഇവിടെ 4x ഉള്ളൂ. അതായത് കൂടുതൽ എക്സ് ഉള്ള സൈഡ് ഏതാ നോക്കാം. ഇവിടെ ഇനീക്വാളിറ്റിന്റെ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ് ഉള്ളത് എവിടെയാണ്, റൈറ്റ് സൈഡിലാണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫോമിലേക്ക് മാറണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കൂടുതൽ എക്സ് ഉള്ള ഇവിടെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഒരു ഫോമിൽ ആയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് യു ഹാവ് ടു കൺവേർട്ട് ദി ഇനീക്വാളിറ്റീസ് ഇൻടു ദിസ് ഫോം. ഈ ഒരു ഫോമിലേക്ക് മാറ്റണം. റെഡി അല്ലേ? 4x + 3 6x + 7. കൂടുതൽ എക്സ് കാണുന്നത് ഇനീക്വാളിറ്റിന്റെ റൈറ്റ് സൈഡിലാണ്. സോ കൂടുതൽ എക്സ് ഉള്ളത് എവിടെയാണോ ആ ഒരു സ്ഥലം, ലെഫ്റ്റോ റൈറ്റോ, അത്രേ ഉള്ളൂ. ഇനീക്വാളിറ്റിന്റെ ലെഫ്റ്റോ റൈറ്റോ ആ ഒരു സ്ഥലം, കൂടുതൽ എക്സ് കാണുന്ന സ്ഥലത്തിനെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു സ്ഥലത്തിനെ എക്സിന്റെ ഒരു ഏരിയ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അത് എക്സിന്റെ ഏരിയ. അവിടെ എക്സ് ഉള്ള ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കി ആരെ കാണില്ല അപ്പൊ ഓടിച്ചോളും. ഇവിടെ ആരുണ്ട്, +7 ഉണ്ട്. ആ 7 കൂടെ ഓടിക്കണം. ഇവിടെ എക്സിന്റെ ആക്സിനെ അങ്ങോട്ട് ഓടിക്കണം. അതായത് ഇതാണ് എക്സിന്റെ ഏരിയ അല്ലെ? എക്സ് പറയുന്നു ഇത് ഞങ്ങളുടെ ഏരിയ അല്ലേ? കേട്ടില്ലേ അങ്ങനെ? റെഡി? സോ ഇതാണ് എക്സിന്റെ ഏരിയ, ഇത് നമ്പേഴ്സിന്റെ ഏരിയ. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ 4xനെ അങ്ങോട്ട് കൊണ്ടുപോകും, അവിടെയുള്ള 7നെ ഇങ്ങോട്ട് കൊണ്ടുവരും. കുഴപ്പമില്ലല്ലോ. സോ ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ചേഞ്ചസ് വരുത്തുമ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരെ കൺസിഡർ ചെയ്യണം. ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട്, +3 ഉണ്ട്. കുഴപ്പമില്ലല്ലോ. സോ ആ 3നെ സാറ് എഴുതി. ഇനി ആ ഒരു 7 ഇങ്ങോട്ട് വരുമ്പോൾ -7 ആവും. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇനീക്വാളിറ്റി ലെസ് ദാൻ അതുപോലെ എഴുതി. ഓൾറെഡി അവിടെ ഉണ്ടായിട്ടുള്ള 6x സാർ അതുപോലെ എഴുതി. ഈ 4x അങ്ങോട്ട് പോകണ്ടേ, ആ 4x അങ്ങോട്ട് പോകുമ്പോൾ -4x ആവും. കുഴപ്പമില്ലല്ലോ. സോ 3 - 7ന്റെ വാല്യൂ എത്ര, അത് -4 അല്ലേ? -4 ലെസ് ദാൻ 6x - 4x ആണ് 2x അല്ലേ? ഇനി സാർ ഒരു കാര്യം പറയാൻ പോവാണ്, നോക്കിക്കോ. a = 2 എന്താ പറഞ്ഞത്, എന്റെ വാല്യൂ 2 ആന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2 = a എന്ന് പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ വാല്യൂ 2 അങ്ങനെയാണെങ്കിൽ 2ന്റെ വാല്യൂ a, കാരണം എയും 2ഉം സെയിം ആണ്. ക്ലിയർ അല്ലേ? ഇനി ഈ ആക്ച്വലി ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ മാത്സിൽ ഒരു പേര് പറയും. നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടോ? അങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ്. അങ്ങനെ തിരിച്ചും മറിച്ചും പറയുന്ന വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ്. റെഡി അല്ലേ? സോ ഇനി സാറ് പറയാൻ പോണ കാര്യം നല്ലപോലെ ശ്രദ്ധിച്ചോളെ. അടാ 5 is greater than 3. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 is greater than 5 എന്ന് പറയാൻ പറ്റുമോ?
ആലോചിച്ച് പറഞ്ഞാൽ മതി. അത് മണ്ടത്തരല്ലേ? 5 ഈസ് ഗ്രേറ്റർ ദാൻ 3, അത് കറക്റ്റാ. ബട്ട് ഞാൻ ഈ നമ്പർ തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇനീക്വാളിറ്റി തിരിക്കണം. 5 ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയാമെങ്കിൽ ഞാൻ ഫസ്റ്റ് 3 പിന്നെ 5 എഴുതി അവിടെ ഫില്ല് ചെയ്യുന്ന ഇനീക്വാളിറ്റി എന്താ? അത് ലെസ് ദാനാ. അത് സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആകെ മനസ്സിലാക്കേണ്ട ഈ ഒരു കോൺസെപ്റ്റ് ആണ്. എന്താ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ ഈസ് ലെസ് ദാൻ ബി, എ ഈസ് ലെസ് ദാൻ ബി ആണെങ്കിൽ ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ ഇനി ശ്രദ്ധിച്ചോളേ, ബി ഈസ് എങ്ങനെ? ബി ഈസ് ഗ്രേറ്റർ ദാൻ എ. അതിന് സംശയം ഉണ്ടോ? ഈ ഒരൊറ്റ കോൺസെപ്റ്റ് ആണ് മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലേക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള ബേസ്. നെഗറ്റീവ് വരാത്ത രീതിയിൽ കേട്ടോ, നെഗറ്റീവ് വരുത്താതെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട സാറി കാര്യം പറഞ്ഞേ അറിയില്ലേ? നിങ്ങൾക്ക് ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാം. ബുദ്ധിമുട്ടില്ലല്ലോ. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇനീക്വാളിറ്റി ഇപ്പൊ ഇവിടെ തിരിഞ്ഞ് മനസ്സിലായോ? എ ഈസ് ലെസ് ദാൻ ബി, അത് ഞാൻ തിരിച്ചു ചെയ്താണെങ്കിൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ ആക്കണം. ഏതുപോലെ? 5 ഈസ് അല്ലെങ്കിൽ 10 ഈസ് ഗ്രേറ്റർ ദാൻ 7. അങ്ങനെയാണെങ്കിൽ 7 ഈസ് ലെസ് ദാൻ 10 ആണ്. 10 7നേക്കാൾ വലുതാ. അത് വെച്ചിട്ട് 7 10നേക്കാൾ വലുതാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നമ്പേഴ്സ് മാറ്റുമ്പോൾ തിരിക്കണം. ഇനീക്വാളിറ്റി ഈ ഒരു കാര്യം കൊണ്ടാണ് ആക്ച്വലി ഇവിടെയും റിവേഴ്സ് ആവുന്നത്. കാര്യം എങ്ങനെ മനസ്സിലായി? കാരണം നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അവിടെ നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ 4 into 2 എത്ര? 8. 4 into -2 എത്ര? അത് -8. അപ്പൊ നെഗറ്റീവ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആളെ വാല്യൂ കുറയും. മീൻസ് ആ കൊറിയ അല്ലെങ്കിൽ കൂടാന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇത് റിവേഴ്സ് ആക്കണം എന്ന് പറഞ്ഞത്. തൽക്കാലം ഇങ്ങനെ ആലോചിച്ചാലും മതി. സോ നമുക്ക് എന്ത് കിട്ടി? -4 ലെസ് ദാൻ 2x എന്ന് കിട്ടി. -4 ലെസ് ദാൻ എന്ത് കിട്ടി? 2x എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറഞ്ഞ പ്രോപ്പർട്ടി സാർ ഈ ഒരു ഗ്രീൻ ബോക്സ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഓർ ഇയാൾ എങ്ങനെയും പറയാം 2x ഗ്രേറ്റർ ദാൻ -4 എന്ന് പറഞ്ഞൂടെ? ഇത് തിരിച്ചാൽ മതി. അതെന്താ തിരിച്ച്? എക്സ് ഫസ്റ്റ് വരുമ്പോഴല്ലേ നമുക്ക് ഒരു ഫൈനൽ വാല്യൂ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? എക്സ് ഫസ്റ്റ് എഴുതുന്ന രീതിയിലാക്കാം. അപ്പോഴല്ലേ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോഴാണോ 2 ലെസ് ദാൻ എക്സ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു കൂടുതൽ ക്ലാരിറ്റി കിട്ടിയപ്പോഴാണ് എക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലേ. ആ ഒരു കാരണം കൊണ്ട് പറഞ്ഞോളൂ ബോത്ത് ആർ എക്സാക്ട്ലി സെയിം. ഇവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്സിനെ നെഗറ്റീവ് ആക്കാൻ നിൽക്കുക. അതിന് എക്സിന് ഒരു സ്ഥലം ഡിസൈഡ് ചെയ്യുക. എക്സിന് സ്ഥലം ഡിസൈഡ് ചെയ്യണമെങ്കിൽ കുറെ എക്സ് ഉള്ള സ്ഥലമാണ് എക്സിന്റെ ഏരിയ. അത്ര മനസ്സിലാക്കിയാൽ മതി. റെഡിയല്ലേ? സോ 2x ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ -4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ, അവിടെ ഓൾറെഡി -4 ഉണ്ട്. ആ 4 നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകാം. 2 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവില്ലോ. -4 ഡിവൈഡഡ് ബൈ 2. -4 ഡിവൈഡഡ് ബൈ 2ന്റെ വാല്യൂ എത്ര? അത് -2 അല്ലേ? സോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -2. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. ഈ ഫൈനൽ ആൻസറും നേരത്തെ കിട്ടിയ ആൻസർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് അല്ലേ? രണ്ടും സെയിം അല്ലേ? സോ അതാ സാറ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് നെഗറ്റീവ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എക്സ് നെഗറ്റീവ് ആയി, ഇവിടെ എക്സ് നെഗറ്റീവ് ആയില്ല. അപ്പൊ എക്സിനെ നെഗറ്റീവ് ആക്കാണ്ട് ചെയ്യണോ ആക്കി ചെയ്യണോ എന്ന് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓൾറെഡി സാർ രണ്ട് കോൺസെപ്റ്റും പറഞ്ഞത് ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ആക്ച്വലി ഈ പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. റെഡി അല്ലേ? നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് എന്ന് പറയുന്ന ഒരു സാധനം നിൽക്കണം. ഓക്കെ, സോ ഇങ്ങനെ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ഡിനോമിനേറ്ററിൽ ആരെങ്കിലും ചെയ്യണം? ഇല്ല. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ആൾക്കാരെ കളയാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഡിനോമിനേറ്ററിലുള്ള ആൾക്കാരെ കളയാ. വിച്ച് മീൻസ് ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഈ 5നെ കളയാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? 5നെ എന്താ നേരെ അങ്ങോട്ട് കൊണ്ടുപോവാം. താഴെയുള്ള ആളെ ഒഴിവാക്കണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി അത് മുകളിലേക്ക് കൈക്കൊള്ളൂല്ലേ? ഈ താഴെയുള്ള 3നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോണ കാര്യം. താഴെയുള്ള ആൾക്കാർ രണ്ടാള് രണ്ട് സൈഡിലേക്ക് ഓടിച്ചു വിടാം. 5നോട് അങ്ങോട്ട് വയ്ക്കോ, 3നോട് അങ്ങോട്ട് വയ്ക്കോ. കഴിഞ്ഞു. റെഡി അല്ലേ? സോ ഇവിടെ ന്യൂമറേറ്ററിലുള്ള ആൾക്കാർ സാറ് ഫസ്റ്റ് എഴുതി വെക്കുന്നുണ്ട്. 3 into x minus 2 ഒരു സൈഡിലുണ്ട്. അതേപോലെ 5 into 2 minus x വേറെ സൈഡിലുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്ത്? ഈ ഡിവൈഡഡ് ബൈ 5നെ അങ്ങോട്ട് പറഞ്ഞേച്ച്, അതായത് ഇവിടത്തേക്ക് പറഞ്ഞേച്ച്. അപ്പൊ ഈ ഡിവൈഡ് ചെയ്ത ആൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 5 ആവും. ഈ ഡിവൈഡ് ചെയ്ത 3നെ അങ്ങോട്ട് പറഞ്ഞേച്ചപ്പോൾ എന്താവും? അത് ഇൻറ്റു 3 ആവും. സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ 3 into 3 നമ്പേഴ്സ് ആയിട്ട്. 3 into 3 9 ആണ്. ഇവിടെ 5 into 5 ഉണ്ട്, അത് 25 ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർഡറിലാക്കുക. സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു സ്റ്റെപ്പ് സാർ എഴുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. പിന്നെ സാറിന് തന്നെ സ്കിപ്പ് ചെയ്ത് വിടുന്നില്ലേ? അവിടെ ചില ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ചില ആൾക്കാർ ഭയങ്കര ഒരുപാട് ഡീറ്റെയിൽ ആയാൽ മാത്രം മാത്സ് ഒക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് സാർ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കാര്യം, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട് നിർബന്ധമായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിന്, ഇത് മനസ്സിലാകാത്ത നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഓരൊക്കെ നമ്മളെ ക്ലാസ് റെഫർ ചെയ്യുക. റെഡി അല്ലേ? അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക? ലൈക്ക് ഒക്കെ ചെയ്യട്ടോ. റെഡി? സോ 3 into 3 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? സോ 9 എന്ന് സാർ എഴുതി. 9 into, പിന്നെ അവിടെ ബ്രാക്കറ്റിലുള്ള ആൾ തൽക്കാലം അങ്ങനെ തന്നെ എഴുതി 9 into x minus 2. ഇനീക്വാളിറ്റി അവിടെ ലെസ് ദാൻ ആണ്. സോ ലെസ് ദാൻ. then
5 into 5 25 ആണ്. സോ 25 into ഇവിടെ ആരുണ്ട് 2 minus 6 25 into 2 minus 6. ഏകദേശം നേരത്തെ ക്വസ്റ്റ്യൻ ഒരു പാറ്റേണൊക്കെ വന്നു തുടങ്ങി. അതായത് താഴെ ആൾക്കാരൊക്കെ പോയി ഒരു കുറച്ചൊന്നും വെടിപ്പായില്ലേ, കുറച്ചൊന്നും വൃത്തിയും വെടിപ്പൊക്കെ റെഡി. സോ ഇനി 9 നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ നേരത്തെ ആരും കോമൺ ആയിട്ടൊന്നുമില്ല. അതായത് ഒരു എക്സിലുള്ള ടേം ഒരു നമ്പറിലുള്ള ടേം ആ രീതിയിലേക്ക് എത്തിച്ച കാര്യങ്ങൾ ഏകദേശം എളുപ്പമാവും. റെഡി അല്ലേ? സോ 9 നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 9 into x ചെയ്താൽ നമുക്ക് 9x കിട്ടും. മൈനസ് 9 into 2 നമുക്ക് കിട്ടും -18 കിട്ടും. കുഴപ്പമില്ലല്ലോ. ലെസ് ദാൻ 25 ഇതേ പാറ്റേൺ 25 into 2 ചെയ്താൽ നമുക്ക് 50 കിട്ടും. 50 - 25x. ഇനി സാറ് നേരത്തെ പറഞ്ഞ സാറ് ഇനി ചെയ്യാൻ പോകുന്നത് എക്സ് നെഗറ്റീവ് ആക്കാതാകോ, എക്സിനെ നെഗറ്റീവ് ആക്കാതാണ് സാറ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ ചെയ്തിട്ട് എക്സ് നെഗറ്റീവായി എന്ത് ചെയ്യാം, അതായത് എക്സിലെ ടേം നെഗറ്റീവായ കോഎഫിഷ്യന്റിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, ആ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഇനീക്വാളിറ്റിനെ, അതായത് ഈ ലെസ് ദാൻ എന്നുള്ള ആളെ ഗ്രേറ്റർ ദാൻ എന്നാക്കി നിങ്ങൾ മറക്കരുത്. അത്ര ശ്രദ്ധിച്ചാൽ മതി. നെഗറ്റീവ് ആയിട്ടുള്ള ആള് മൾട്ടിപ്ലൈഡോ ഡിവൈഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇനീക്വാളിറ്റി റിവേഴ്സ് ആക്കണം. ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആക്കണം, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ. സോ ഇനി സാറ് ചോദിക്കട്ടെ, സാറ് നെഗറ്റീവ് ആക്കാതെ ചെയ്യുന്നതെന്ന് പറയല്ലോ. ഇവിടെ 9x ഉണ്ട്, ഇവിടെ 25x ഉണ്ട്. 9 ആണോ 25 ആണോ? ഇവിടെ നിങ്ങളൊന്ന് പറയും, ഏതാണ് എക്സിന്റെ സൈഡ്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഒന്ന് പറഞ്ഞു വേഗോ. എക്സിന്റെ സൈഡ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? സാറ് പറഞ്ഞ കാര്യം കൂടുതൽ കുറെ എക്സ് ഉള്ള സ്ഥലം. ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു സ്ഥലം പ്രിഫർ ചെയ്ത് ഇവിടെ കുറെ എക്സ് അല്ലേ? അപ്പൊ നിങ്ങൾ പറയും ഇവിടെ 25 എന്ന് ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ പറയും എല്ലാ റൈറ്റ് അല്ല ലെഫ്റ്റ് ആണെന്ന് പറയും. അവിടെ നോക്കടാ, ഇത് ആക്ച്വലി 9x ആണ്. ഇത് എത്രയാണ്? 9x ആ. കുഴപ്പമില്ലല്ലോ. ഇത് -25 ആ. 9 ആണോ -25 ആണോ? ആരാ കുറെ ഉള്ളത്? 9 അല്ലേ? മറ്റേ നെഗറ്റീവ് സെൻസിലല്ലടാ. സോ എന്ത് ചെയ്യാ, ഈ ഒരു എക്സിന്റെ സൈഡായിട്ട് ലെഫ്റ്റ് സൈഡ് ഡെഡിക്കേറ്റ് ചെയ്യുക, നമ്പേഴ്സിന്റെ സൈഡായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഇനി മറ്റേ രീതിയിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. എക്സ് ഉള്ള ടേം നെഗറ്റീവ് ആയിട്ട് നിൽക്കും. അപ്പൊ നിങ്ങൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആക്കിയാൽ മതി കേട്ടോ. റെഡി അല്ലേ? സോ 9x ഇവിടെ ഓൾറെഡി ഉണ്ട്. അവിടെ ഉള്ള 25x കൊണ്ട് വരുമ്പോൾ +25x ആകും. ബുദ്ധിമുട്ടില്ലല്ലോ. ലെസ് ദാൻ ഇനീക്വാളിറ്റി സാർ അതുപോലെ കൊടുത്ത് 50 ഇവിടെ ഉണ്ട്. ആ 50 നമ്മൾ ഇവിടെ എഴുതി, 50 എഴുതി. ദെൻ ഈ -18 അങ്ങോട്ട് പോയല്ലോ. സോ അതെന്തായി മാറും? +18 ആയി മാറില്ലടാ. സോ +18. സോ 9x + 25x ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 34x കിട്ടും. ഇനീക്വാളിറ്റി ലെസ് ദാൻ ആണ്. അപ്പുറത്തുള്ള ആള് 50 + 80 എന്ന് പറഞ്ഞാൽ 68 ആണ്. സോ നമ്മളെ ഒബ്ജക്റ്റീവ് എക്സ് കാണലാണ്. സോ എക്സിന്റെ കൂടെ 34 ഉണ്ട്. ഇൻ കേസ് ഇത് -34 ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിനെ തിരിച്ചെഴുതണം. കുഴപ്പമില്ലല്ലോ. സോ ഇവിടെ ആ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് എന്ത് കിട്ടി? എക്സ് ലെസ് ദാൻ 68 ഡിവൈഡഡ് ബൈ 34. സോ 68ൽ 2 34 ഉണ്ട്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എക്സ് ലെസ് ദാൻ 2. റെഡി അല്ലേ? ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. നിങ്ങൾ മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാറിയോ? -68 ലെസ് ദാൻ -34 എന്ന് കിട്ടും. 34x എന്ന് കിട്ടും. റെഡി അല്ലേ? ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? ഈ ഇനീക്വാളിറ്റി ഒക്കെ റിവേഴ്സ് ആക്കണം. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കണം മാക്സിമം. ബുദ്ധിമുട്ടില്ലല്ലോ. സോ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 2 ആണ്. ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന വേറൊരു കാര്യമാണ് ഇത് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പോൾ സാർ ഇവിടെ തന്നെ കാണിച്ചു തരാം. റെഡി അല്ലേ? ഇതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ വരയ്ക്കുക. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള നമ്പർ ഇവിടെ മെൻഷൻ ആയിട്ടുള്ള നമ്പർ 2 അല്ലേ? സോ ആ 2 മാത്രം മാർക്ക് ചെയ്യുക. വേറെ ആരും വേണ്ട, 2 മാത്രം മാർക്ക് ചെയ്യുക. 2 മാർക്ക്. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ കൊടുത്താലും കുഴപ്പമില്ല, ബട്ട് ബെറ്റർ ഉള്ള ആൾ മാത്രം മതി. 2 മാത്രം മാർക്ക് ചെയ്താൽ മതി. അത് ഏകദേശം മിഡിലേക്ക് ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. റെഡി ഇല്ലേ? രണ്ട് സൈഡിലും നമുക്കറിയാം ഇത് -∞ എന്നറിയാം, ഇത് +∞ അറിയാം. ഓക്കെ. എപ്പോഴും നമ്പറിന് എപ്പോഴും ഇതേ ഒരു വട്ടം വരച്ച് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ ഈക്വൽ ടു എന്നുണ്ടെങ്കിൽ ഈ വട്ടം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ വട്ടം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു വട്ടമായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അടാ ഇതിൽ ഈ ഒരു സ്ഥലത്ത് ഒരു നമ്പർ 5. ഇത് ലെസ് ദാൻ 2ന്റെ റീജിയനിൽ വരുന്നതാണോ? 6 ലെസ് ദാൻ 2ന്റെ റീജിയനിൽ വരുന്നതാണോ? അല്ലല്ലോ. ലെസ് ദാൻ 2ന്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ വട്ടത്തിന്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. അതിന് സംശയമില്ലല്ലോ. 2ൽ കുറവെന്നാണ് ഉറപ്പായിട്ട് ഇതിന്റെ 2ന്റെ ലെഫ്റ്റ് സൈഡ് അല്ലേ? ഇപ്പൊ എക്സ് ലെസ് ദാൻ 5 ആണെങ്കിൽ ഇവിടെ 5 ചെയ്ത് അത്രേ ഉള്ളൂ. 5ന്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വട്ടത്തിനുള്ളിൽ ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വട്ടം ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് കാണിച്ചു കൊടുക്കുക. സോ ഇത് അവസാനം നമ്മൾ എന്ത് ചെയ്യുക? -∞ വരെ ജസ്റ്റ് ഒന്ന് നമ്പറിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ സാറ് ഷെയ്ഡ് ചെയ്താണ് എന്ത് ഇതിന്റെ സൊല്യൂഷൻ ഓൺ ദി നമ്പർ ലൈൻ. ഇനി ഇയാള് നമുക്ക് ഇനി റിയൽ നമ്പർ സബ്സെറ്റ് ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞാൽ അതും സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്ങനെ ചെയ്താ? x belongs to
മൈനസ് ഇൻഫിനിറ്റി ടു 2 രണ്ടും ഓപ്പൺ, കാരണം ഇത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഒക്കെ വേണമെങ്കിൽ കാണിച്ചോ, ഇത് മൈനസ് ഇൻഫിനിറ്റി ഇത് പ്ലസ് ഇൻഫിനിറ്റി. ഈ രീതിയിലാണ് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? 3 നേരം നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തില്ലേ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സിമ്പിൾ ചാപ്റ്റർ ആണെന്നില്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാതെ സിമ്പിൾ ചാപ്റ്റർ. യെസ്, അതൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ്ടല്ലേ. അവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഡിനോമിനേറ്ററിൽ ആൾക്കാർ വന്നു. അവിടെ പോയി ഇവിടെ ഡിനോമിനേറ്ററിൽ ആൾക്കാർ വന്ന്, ഇവിടെ അങ്ങനെ ഡിനോമിനേറ്ററിൽ ആൾക്കാരുണ്ട്. ഇവിടെ കുഴപ്പമില്ല. ഈ ഡിവൈഡ് ചെയ്ത് 3 നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഒരാൾക്ക് ഡിനോമിനേറ്റർ ഉണ്ട്, ഒരാൾക്ക് ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ഇങ്ങനെ ഒരാള് ഫ്രാക്ഷൻ ആയിട്ടും ഒരാള് ഫ്രാക്ഷൻ ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ആളൊന്ന് നോർമൽ ആക്കാം, നേരക്കാക്കാം. അതായത് എന്താണ് അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ ആണ് ചെയ്യുക. ഇങ്ങനെ കണ്ട ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ബൈ 1 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ x/3 ഉണ്ട്, അത് അതുപോലെ എഴുതി. ഗ്രേറ്റർ ദാൻ ഇനീക്വാളിറ്റി ആണ്, അത് അതുപോലെ കൊടുത്ത് ഇതേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഓൾറെഡി x ഉണ്ടല്ലോ. സോ നമുക്ക് x എഴുതാം, x പ്ലസ് ഈ രണ്ടാൾക്കാരെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഉം 2 1 into 2 ചെയ്ത് എന്ത് കിട്ടും? 2 കിട്ടും. ഡിവൈഡഡ് ബൈ 2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ, അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? x/2 പ്ലസ് 1, ആ 1നെ ബൈ 1 ആയിട്ട് വിളിച്ച് ചെയ്യുക. ബട്ട് ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വേഗം പഠിച്ച് സെറ്റ് ആക്കുക കേട്ടോ. x ന്റെ 1 x ആണ്, 1 into 2 ആണ്. താഴത്തുള്ള രണ്ടാൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 1 2 കിട്ടും. അവസാനം x+2/2 ഇങ്ങനെ സാധനം കിട്ടും. മനസ്സിലായോ? സോ ഈ ഒരു സ്റ്റെപ്പിന് ശേഷം ഇത്രയും ഈ ഒരു, അതായത് ഇവിടെ ഒറ്റ ആൾ എക്സ്ട്രാ വരുന്നുള്ളൂ. എന്ത്? x/2 പ്ലസ് 1 നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് മാറ്റി. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണോ അതേ പാറ്റേൺ അല്ലടാ ഉള്ളത്. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലുള്ള e/3 അങ്ങോട്ട് പറഞ്ഞേക്കാം, e/2 ഇങ്ങോട്ട് പറഞ്ഞേക്കാം. എന്താ? ഒരാള് അങ്ങോട്ടും ഒരാള് ഇങ്ങോട്ടും പറഞ്ഞേക്കാം. റെഡി അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ ഓൾറെഡി ഒരു x ഉണ്ടായിരുന്നു ഇനീഷ്യലി. ഇവിടെ ന്യൂമറേറ്ററിൽ ന്യൂമറേറ്ററിൽ ആൾക്കാരെ ഫസ്റ്റ് എഴുതി വെക്കുന്നുണ്ടോ? അവിടെ ഓൾറെഡി ഒരു x+2 ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്ത ഈ ഒരു /2 അങ്ങോട്ട് പറഞ്ഞേച്ച്, അപ്പോൾ ഈ താഴെ ആൾ നേരെ മുകളിലേക്ക് വരും. സോ into 2 ആയി മാറും. കുഴപ്പമില്ലല്ലോ. ഈ /3 അറ്റ് ദി സെയിം ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടാൾക്കാരെ ഡിനോമിനേറ്റർ നമ്മൾ പറഞ്ഞേച്ച്, ഒരാളെ അപ്പുറത്തേക്കും ഒരാളെ ഇപ്പുറത്തേക്കും. റെഡി അല്ലേ? സോ ഈ ഡിവൈഡ് ചെയ്ത് 3 അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ആവും നമുക്കറിയാം. സോ into 3 ആയി മാറും. into 3. ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. 2 into x ആണ്, 2x ആണ്, ഇവരെ സംശയമൊന്നുമില്ലല്ലോ. 2x ആണ്. ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ആണ്. ഈ 3 എന്ന് പറയുന്ന ആളെ ഈ into 3 നിങ്ങൾ വരുത്തിക്കാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്ക് പറഞ്ഞാൽ ചില ആൾക്കാർ ബ്രാക്കറ്റ് ഇടൂല, നേരെ ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതി തെറ്റാ. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇതൊക്കെ പേപ്പർ ഇപ്പൊ നമ്മൾ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന മിസ്റ്റേക്ക് ആട്ടോ. കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ ഇവിടെയും ആ ഒരു മിസ്റ്റേക്ക് വരാം. ബ്രാക്കറ്റ് ഇടാതെ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഇടാണ്ട് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ into 3 എന്നുള്ള ആൾ ചിലപ്പോൾ 3 into x+2 ഇങ്ങനെ എഴുതും. മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട്. ഈ 3 നമ്മൾ മൊത്തത്തിൽ കൊടുക്കണ്ട. സോ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കീപ്പ് ചെയ്യണം. റെഡി അല്ലേ? സോ ഇനീക്വാളിറ്റി അവിടെ ഗ്രേറ്റർ ദാൻ അത് എഴുതി കൊടുത്ത്, ഇനി ഈ 3 എന്ന് പറയുന്ന ആള് ആർക്കുള്ളതാ? ഈ എക്സിനും അവകാശപ്പെട്ടതാണ്, 2നും അവകാശപ്പെട്ട. സോ രണ്ടാൾക്ക് അത് കൊടുക്കുക. സോ x into 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3x കിട്ടും. ഇനി അവിടെയുള്ള സൈന് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് കൊടുക്കുന്നു. പ്ലസ് x into 2 ചെയ്താൽ നമുക്ക് x into 3 3x, 3 into 2 6. ഇനി നിങ്ങൾ പറയും ഇതിൽ ഏതാ എക്സിന്റെ സൈഡ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ. 2 രീതിയിലും ചെയ്യാൻ വേണമെങ്കിൽ സാർ ഇവിടെ തന്നെ 2 രീതിയിലും ചെയ്ത് കാണിച്ചു തരാം. റെഡി? സോ സാറ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ x 3x ഉണ്ട്, ഇല്ല നമുക്ക് തിരിച്ചും ചെയ്യാം. ഇവിടെ നേരത്തെ ചെയ്തതിന് വിപരീതമായിട്ട് സാർ ചെയ്ത് കാണിച്ചു തരാം. ഈ 3x ഇങ്ങോട്ട് കൊണ്ടുവന്ന്, അപ്പൊ ഓൾറെഡി ഇവിടെ 2x ഉണ്ട്. 2x 3x വരുമ്പോൾ എന്താ അവിടെ? -3x ആവില്ലേ? സോ 2x - 3x ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ അവിടെ ആരുണ്ട്? 6 ഉണ്ട്. സോ 2x - 3x എന്താ? അത് -x അല്ലേ? സോ -x ഗ്രേറ്റർ ദാൻ 6. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഇനി ഇവിടെ ഒരു നെഗറ്റീവ് ഇല്ലേ? ആ നെഗറ്റീവിനെ നമ്മൾ കളയണം. നെഗറ്റീവിനെ കളയാന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഉള്ള ആളെ അങ്ങോട്ട് കൊണ്ടുപോകണം. ആക്ച്വലി എങ്ങനെ നെഗറ്റീവിനെ കളയാ? ഇവിടെ നിങ്ങൾ ഇല്ലടാ into -1 ചെയ്ത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നെഗറ്റീവ് വരുമ്പോൾ ആ നെഗറ്റീവ് ആയ ആൾ ഇപ്പോൾ ഇവിടെ -2 ആണെങ്കിൽ നമുക്കറിയാം -2 കൊണ്ടുപോകേണ്ടത് അല്ലേ? ബട്ട് മൈനസ് എന്ന് കണ്ടാൽ ആക്ച്വലി -1 ആണെന്ന് മനസ്സിലാക്കുക. ഈ -1 അങ്ങോട്ട് പോകണം. സോ -x ഗ്രേറ്റർ ദാൻ 6 എന്നാ കിട്ടിയ ഇയാൾ നമ്മൾ -1 into x ആയിട്ട് റീഡ് ചെയ്യുക, ഗ്രേറ്റർ ദാൻ 6. അപ്പൊ x ഗ്രേറ്റർ ദാൻ 6/-1 എന്ന് എഴുതിയ തെറ്റാ. കാരണം നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള ആളെ തിരിക്കണം എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. സാർ മൊത്തം മിക്സ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ, ബുദ്ധിമുട്ടില്ലല്ലോ. സോ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു കേട്ടോ. -1 into x ഗ്രേറ്റർ ദാൻ 6.
സോ അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഇനി ലെസ് ദാൻ എന്ന് ആക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ആക്കുന്ന അറിയോ? 6 ഡിവൈഡഡ് ബൈ -1 വന്ന് ഈ നെഗറ്റീവ് പോക്കുന്ന എങ്ങനെയാണെന്ന് ചില ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. 6 ഡിവൈഡഡ് -1. അപ്പൊ നോക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഇനീക്വാളിറ്റി എന്തായിരുന്നു നോക്കടാ. ഇവിടെ ഗ്രേറ്റർ ദാൻ ആയിരുന്നു, അത് താഴേക്ക് എത്തുമ്പോൾ ലെസ് ദാൻ ആയി മാറി. അത് മാറാനുള്ള റീസൺ ആണ് ഈ ഒരു നെഗറ്റീവ് ഡിവിഷൻ. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്താൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ആക്കണം. സോ എക്സ് ലെസ് ദാൻ നമുക്ക് എന്താ പറയാ, എക്സ് ലെസ് ദാൻ 6/-1 -6. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സെറ്റ് അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ സാറ് ചെയ്ത ആ ഒരു പാറ്റേണിലും ചെയ്യാം. ഇവിടുന്ന് എന്ത് ചെയ്യാം, സോറി ഇവിടുന്ന് ഈ 2x അങ്ങോട്ട് ഉണ്ടാവും. 6 വരുമ്പോൾ -6 ആവും. -6 3x - 2x ആയി മാറും. സോ ഇതിന്റെ വാല്യൂ -6 ഗ്രേറ്റർ ദാൻ എക്സ് ഓർ എക്സ് ലെസ് ദാൻ -6. രണ്ടും സെയിം ആക്കട്ടെ, നിങ്ങൾ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമല്ല പ്രിഫർ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സിന് നെഗറ്റീവ് ആക്കാണ്ടൊക്കെ ഇതിന് എക്സിനെ നെഗറ്റീവ് ആക്കാം, നിങ്ങൾ ഇഷ്ടം. നെഗറ്റീവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനീക്വാളിറ്റി റിവേഴ്സ് ആവുന്ന നോക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്. സോ അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്താ ചെയ്യാ? ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലേ. ഇവിടെ 2 ഇനീക്വാളിറ്റി ഉണ്ട്. ഇതുവരെ ചെയ്തതിൽ ഒരു ഇനീക്വാളിറ്റി ഉള്ളൂ, ഇവിടെ 2 ഇനീക്വാളിറ്റി ഉണ്ട്. ആക്ച്വലി നമ്മൾ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ സാധനമൊക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ? മൈനസ് അല്ലെങ്കിൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ഇതിനർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന ആള് 3ന്റെയും 7ന്റെയും ഇടയിലാണെന്നല്ല അർത്ഥം. സോ ഈ എക്സിന്റെ കൂടെ ഇവിടെ ഒരു മൊത്തത്തിൽ ഒരു 5 താഴ്ത്തും +3 × 2 ഒക്കെ കാണുന്നുണ്ട്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? ഇയാളെ എക്സിനെ മാത്രം നമുക്ക് മതി, ബാക്കിയുള്ള എല്ലാവരും ഒഴിവാക്കണം. അതായത് ഈ എക്സിനെ മാത്രം മതി, കൂടുതൽ എല്ലാവരും ഒഴിവാക്കണം. സോ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളണം. എക്സ് അല്ലാതെ ഇങ്ങനെ എക്സിനെ മിഡിലായിട്ട് കാണുകയാണെങ്കിൽ എക്സ് അല്ലാത്ത ബാക്കി എല്ലാ ആൾക്കാരും ഒഴിവാക്കിക്കോളണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ താഴെയുള്ള 5നെ ഒഴിവാക്കണം. സോ താഴെയുള്ള 5നെ സാധാരണ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാനാ പറയാറില്ലേ. അപ്പൊ ഇതിവിടെ അങ്ങോട്ട് കൊണ്ടുപോകണോ ഇങ്ങോട്ട് കൊണ്ടുപോകണോ ഒരു കൺഫ്യൂഷൻ ചില ആൾക്കാർക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് വന്നോ? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അല്ല, ഇങ്ങനത്തെ കേസ് നിങ്ങൾ ചെയ്യേണ്ടത് ത്രൂ ഔട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എല്ലാ സ്ഥലത്തും. അതായത് ഇവിടെ ഇപ്പോ ഇനീഷ്യൽ ഉള്ള ആൾക്കാർ സാറിന് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ആരുണ്ട് 2x + 3 ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, വീണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ആരുണ്ട് 4 ഉണ്ട്. റെഡിയില്ലേ? സാറ് പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ ത്രൂ ഔട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താ നമുക്ക് നോക്കിയാലോ. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് കൊടുത്തോളണം. റെഡിയില്ലേ? സോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലായോ? ഒന്നാമത്തെ നമ്മളെ മെയിൻ കാര്യം നടക്കും. നമുക്ക് എന്തായിരുന്നു വേണ്ടത്? നമുക്ക് ഈ 5നെ കട്ട് ചെയ്യണ്ടേ? ഈ 5ഉം കട്ടായി പോയിക്കോളും. സോ അപ്പൊ നോക്ക്, അപ്പൊ താഴെയുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കി. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാം. എക്സിനെ ഫ്രീ ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാം. ഡിവൈഡ് ചെയ്ത 5നെ ഒഴിവാക്കണമെങ്കിൽ × 5 ചെയ്ത് കൊടുക്കണം. ഇനി 5 ഇൻറ്റു ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മൊത്തം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ബുദ്ധിമുട്ടില്ലല്ലോ. സോ 5 × 1 ചെയ്താൽ നമുക്ക് 5 കിട്ടും. ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇവിടെ ഉള്ള 5 രണ്ടും കട്ടായി പോയി. പിന്നെ ബാക്കി എവിടെ ആരുള്ളത്? 2x + 3 മാത്രം ബാക്കിയുണ്ട് അല്ലേ? ആരുണ്ട്? 2x + 3 2x + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 × 5 ചെയ്ത് എത്ര ഇട്ടടാ? 4 × 5 20 അല്ലേ? 20 കിട്ടി. അപ്പൊ നോക്ക്, ഇപ്പൊ കുറച്ചൊരു വൃത്തിയായി. താഴെ ആള് പോയി. ഇനി ആരുണ്ട്? +3 ഉണ്ട്, × 2 ഉണ്ട്. സോ ഫസ്റ്റ് ഈ 2നാണ് ഒഴിവാക്കേണ്ടത്, +3നാണ്. നമ്മൾ ബോർഡ് മാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ചെയ്യേണ്ട എന്താ? ഈ 3നെ ഒഴിവാക്കണം. 3നെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മൊത്തം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ? അതുകൊണ്ടാ ഡിവൈഡ് ചെയ്ത 5നെ ഒഴിവാക്കണമെങ്കിൽ × 5 ചെയ്യണം. നിങ്ങൾക്ക് അറിയാം. അതാ പ്ലസ് ചെയ്തുള്ള 3നെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? -3 കൊടുക്കണം. അതായത് എല്ലാ സൈഡിലും -3 കൊടുക്കുക. സാറ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റെപ്പുകൾ ചെയ്താൽ മതി കേട്ടോ. അതായത് ഈ ഒരു സ്റ്റെപ്പ് സാറ് വീണ്ടും താഴെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 5 ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പുറത്ത് ആരുണ്ട്? 2x + 3 ഉണ്ട് അല്ലേ? ആരുണ്ട്? 2x + 3 ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ആരുണ്ട്? 20 ഉണ്ട്. സാറ് പറഞ്ഞ കാര്യം എന്താ? യെസ്, എല്ലാ സൈഡിലും അപ്പുറത്ത് 20 ഉണ്ട് അല്ലേ? 2 അല്ലേ? 20. സോ നമ്മളെ ഒബ്ജക്റ്റീവ് ഈ 3നെ ഒഴിവാക്കല,
ഈ 3നെ പ്ലസ് 3നെ ഒഴിവാക്കണമെങ്കിൽ നിർബന്ധമായിട്ടും -3 ചെയ്യണം. ഇനി മൈനസ് ആയിട്ടുള്ള 3 ആണെങ്കിൽ നിങ്ങളവിടെ +3 കൊടുത്തോളാം. സോ എല്ലാ സൈഡിലും ചെയ്യണം. എല്ലാ സൈഡിലും എന്ത് കൊടുക്കുക? -3 കൊടുക്കുക. ഇവിടെ ഒരു -3 കൊടുക്കുക, ഇവിടെ ഒരു -3 കൊടുക്കുക, ഇവിടെ ഒരു -3 കൊടുക്കുക. സോ ഒബ്വിയസ്ലി ആര് കട്ടാവും ഇവിടെ? നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. +3 -3 കട്ടാവും. അതെന്നായിരുന്നു നമ്മുടെ എയിം, നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ അതായിരുന്നു അല്ലേ? ഇനി നമുക്ക് 5 - 3 ചെയ്താൽ 2 അല്ലേ? സോ ഇവിടെ ആര് വന്ന് 2. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി അവിടെ ആര് ബാക്കിയുണ്ട്? 2x. വീണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 - 3 എത്രടാ? 20 - 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 17 കിട്ടും. 17. യെസ് 17. ഇനി നോക്ക്, ഇനി ആകെ ഡിസ്റ്റർബ് ആയിട്ടുള്ള ആളാരാ? 2 ആണ്. അത് മൾട്ടിപ്ലൈ അയച്ചേക്കണം. അതും കൂടി പോയി കഴിഞ്ഞാൽ എക്സ് ഫ്രീ ആയി, സാൻഡ്വിച്ച് ഫോമിലെ. സോ മൾട്ടിപ്ലൈ ചെയ്ത 2 ഡിവൈഡ് ചെയ്യുക. ഇനി സാറ് നേരത്തെ പോലെ മൊത്തം ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കില്ല, ഒറ്റയ്ക്ക് ഡിവൈഡ് ചെയ്യാൻ പോട്ടോ. 2/2, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1 ആയി മാറും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? 1 ആയി മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x-നെ നോക്ക്, ഇവിടെ 2/2 ചെയ്ത് അത് 1 ആയി മാറി. 2x-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? അത് x ആയി മാറും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, നോക്ക് x ഫ്രീ ആയില്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.5 കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 8.5 നേതാ, അല്ലെങ്കിൽ 17/2 നേതാ. സാർ തൽക്കാലം 17/2 നേതുണ്ട്. റെഡിയല്ലേ? ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇനി ഇത് 8.5 ചെയ്തിട്ട് ഞാൻ ചെയ്താ ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കാം, വേർ x belongs to n. എങ്ങനെ പറഞ്ഞു? x ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞു. സോ ഇതിൽ ആരൊക്കെ ഉണ്ടാവാ? ഇതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇയാളൊന്ന് മാറ്റി ചെയ്താം. നമുക്ക് എന്ത് ചെയ്താം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു, തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി 8.5 എഴുതി. ഇതിന്റെ അർത്ഥം എന്താ? ആക്ച്വലി ഈ ഒരു സെനാറിയോ വരുന്നത് എപ്പോഴാ? ഈ ഒരു കേസ് വരുന്നത് എപ്പോൾ മാത്രമാണ്? ഈ ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെ സാധനം ക്വസ്റ്റ്യനിൽ കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ റെഡി അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന ആള് 1ന്റെയും 8.5 ഇടയിലാണ്. 1ന്റെയും 8ന്റെ ഇടയിലുള്ള ആൾക്കാർ ആരൊക്കെടാ? സോ എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ പറയാം? എക്സ് ഈസ് ഈക്വൽ ടു 1 ആവാം, 2 ആവാം, 3 ആവാം, അങ്ങനെ പോയി അപ് ടു 7, 8 വരെ വരാം. ഈക്വൽ ടു ഉണ്ടല്ലോ. സോ ഇതാണ് നമ്മൾ എക്സിന്റെ വാല്യൂ. ഇൻ കേസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ഏകദേശം നമ്മുടെ ചാപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ ആയി. ഇനി വേർഡ് പ്രോബ്ലം ചോദിക്കും, അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക? ഇനീക്വാളിറ്റി ഉണ്ടാക്കുക, അതേപോലെ സോൾവ് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം, 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എത്ര സിമ്പിൾ ആണ് നോക്ക്. നമ്മൾ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തില്ലേ? ഒരു കാര്യം വരട്ടെ, ഇപ്പൊ ഇവിടെ എങ്ങനെ കണ്ടില്ലേ? ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? x/3 plus x/2, സോറി x/3 plus x/2 plus x/4 അല്ലെങ്കിൽ x/6 ലെസ് ദാൻ x/3 പ്ലസ് അല്ലെങ്കിൽ x/13 ആയിക്കോട്ടെ പ്ലസ് x/7 -1. ഇങ്ങനെ കിട്ടിയ എന്ത് ചെയ്യാ? ഒന്നുമില്ല, സാധാ പോലെ ചെയ്യാം. ഇവിടെ ചെയ്ത പോലെ മൊത്തം ഒറ്റ ടേം ആക്കാൻ വേണ്ടി നോക്കാം. ഇങ്ങനെ ഒരു ടേം ആക്കാൻ വേണ്ടി നോക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബ്ലം ചെയ്യാം. 5x ഇവിടെ ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. നമുക്കറിയാം 3x അങ്ങോട്ട് കൊണ്ടുവരാനാണ് ബുദ്ധി അല്ലേ? സോ 5x - 3x ആയി മാറും. 5x - 3x, ബുദ്ധിമുട്ടില്ലല്ലോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അവിടെ ഓൾറെഡി ആരുണ്ടടാ? ഓൾറെഡി ആരുണ്ട്? -4 ഉണ്ട്. സോ -4 + 2, -2 അങ്ങോട്ട് പോകുമ്പോൾ +2. നമ്മൾ ആകെ ചെയ്തെന്താ? ഈ 3x-നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ -2-നെ അങ്ങോട്ട് കൊണ്ടുപോയി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. റെഡി ആയില്ലേ? സോ 5x - 3x ചെയ്താൽ നമുക്ക് 2x കിട്ടും. ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റി അല്ലേ? സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 + 2. എന്താ ചെയ്യേണ്ടത്? ഡിഫറെന്റ് സൈൻ ആണ്. വലിയ നമ്പറിന് ചെറിയ ആളെ കുറയ്ക്കുക, വലിയ ആളെ സൈൻ ഇട്ട് കൊടുക്കുക. സോ നമുക്ക് 4 - 2 ആണ്. അതിന്റെ വലിയ ആളെ സൈൻ -2 കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 അവിടെ ഉണ്ട്. ആ -2 നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ചില ആൾക്കാർക്ക് ഇവിടെ കൺഫ്യൂഷൻ വരും. ഇവിടെ നെഗറ്റീവ് വരുന്നില്ലേ? നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ആക്കാണ്ട്, അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആള് 2 ആണ്. ഇത് -2 ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റിവേഴ്സ് ആക്കണം. ബട്ട് ഇവിടെ അതിന്റെ ആവശ്യമില്ല. അവസാനം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? x ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. x is less than or equal to -1. ബട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഷോ ദ ഗ്രാഫ് ഓഫ് ദി സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ കാണിക്കാം. നോക്ക്, ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എന്തായി? 3 മാർക്ക് കിട്ടി. നമ്പർ ലൈനിൽ കാണിക്കൽ വലിയ ടാസ്ക് അല്ല. നമ്മൾ പഠിച്ചാണ് ഒരു ലൈൻ വരയ്ക്കല്ലേ, ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഏതാണോ പറയുന്ന നമ്പർ അത് മാത്രം ഒരു വട്ടം വരച്ച് കാണിക്കുക. അപ്പൊ -1, വെറുതെ -1 വരയ്ക്കുക. റെഡി അല്ലേ? ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ നോക്കാം. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്കാണ്, ഗ്രേറ്റർ ദാൻ -1-നേക്കാൾ കുറഞ്ഞ ആൾക്കാർ ലെഫ്റ്റിലും -1-നേക്കാൾ കൂടുതൽ റൈറ്റിലാണ്. നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പെട്ടി ക്ലോസ് ആക്കണം, ഈ വട്ടം പൂട്ടണം.
പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യുക, ഇനി ഈ ഒരു ലെഫ്റ്റ് സൈഡ് മൊത്തം ഷെയ്ഡ് ചെയ്യുക. സോ ഇതാണ് നമ്മളെ ഈ ഒരു ഫംഗ്ഷന്റെ സൊല്യൂഷൻ ഓൺ ദി നമ്പർ ലൈൻ എന്ന് പറയുന്നത്. പോയോ? ഓക്കെ. സോ ഇതിൽ നമുക്ക് ഇയാളെ മൈനസ് ഇൻഫിനിറ്റി എന്നും ഇയാളെ പ്ലസ് ഇൻഫിനിറ്റി എന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. റെഡിയല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ഈ രീതിയിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, 1-2 ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആക്കട്ടോ. സിമ്പിൾ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, സോൾവ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബട്ട് ഇത്ര ഡയറക്റ്റ് അല്ലേ അല്ലേ? ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇവിടെ എന്താണ്, ഇവിടെ ചെറിയ രീതിയിൽ എന്തുണ്ട്, ഇൻഡയറക്റ്റ് ആണ്. ഒന്നുമില്ല, അവിടെ ഒരു 5 ഉണ്ട്. 5 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ കോംപ്ലിക്കേഷൻ തീരും. ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടുത്തെ കോംപ്ലിക്കേഷൻ തീരും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാറുണ്ട്, ഇവിടെ 5 ഉണ്ടാവില്ല, പകരം ഇവിടെ താഴെ 5 ഉണ്ടാവും. ഇവിടെ 2 ഉണ്ടാവില്ല, പകരം ഈ 5 ഇവിടെ താഴത്ത് 5 ആയിട്ട് വരും. ഈ 2 ഇവിടെ താഴെ 2 ആയിട്ട് വരും. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ആക്ച്വലി ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം, 5നെ അപ്പുറത്തേക്കും 2നെ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നാൽ ഈ ഒരു ഫോമിലേക്ക് മാറും. ഏത് സാറ് പറഞ്ഞ മനസ്സിലായില്ലടാ? അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നിങ്ങളെ വക നിങ്ങൾ ചെയ്തോളണം. ബട്ട് ഇവിടെ ആ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, നേരെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 ഇൻറ്റു ചെയ്യുമ്പോൾ എല്ലാവരും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5x മൈനസ് 10. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെ ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ തെറ്റിപ്പോകും. നമ്മൾ ഭയങ്കര കെയർ കൊടുത്ത് കഴിയുമ്പോൾ 5x മൈനസ് ഈ ഒരു 5 ഇൻറ്റു 2 ചെയ്യാണ്ട് അറിയാതെ -2 എഴുതി പോകും. അങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല എന്തും തെറ്റും, നിങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങളും തെറ്റും. നല്ല ശ്രദ്ധിച്ചോളൂ, ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷൻസ് ബുദ്ധിമുട്ടില്ല. 5x മൈനസ് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി പറഞ്ഞ പോലെ 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2x എന്താ, അത് 4x അല്ലേ? സോ 4x മൈനസ് 1. ഞാൻ ഇത് കറക്റ്റ് അല്ലേ? കറക്റ്റാ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? 4x മൈനസ് 2 അല്ലടാ വരാ. ഈ 2നെ എല്ലാവർക്കും കൊടുക്കണ്ടേ? 2 ഇൻറ്റു 2x 4x ആവും. ഈ 2 ഇൻറ്റു 1 ചെയ്യണം, അപ്പൊ -2 ആവും. ഇനി ചെയ്യേണ്ട കാര്യം എന്താ, ഈ 5x ഇവിടെ ഉണ്ട്, നമുക്കറിയാം 5x ഇവിടെ ഉണ്ട്. ഈ 4xനെ അങ്ങോട്ട് കൊണ്ടുപോവാ, -10. സാറ് ഷെയ്ഡ് ചെയ്ത 2 ആൾക്കാർ 2 സൈഡിലേക്ക് തട്ടാം. റെഡിയല്ലേ? ഈ 4x ഇങ്ങോട്ട് വരണം, -10 അങ്ങോട്ട് പോകണം. സോ ഓൾറെഡി ഇവിടെ ഒരു 5x ഉണ്ട്. ആ 5xന്റെ അടുത്തേക്ക് 4x വരുമ്പോൾ -4x ആവും. ബുദ്ധിമുട്ടില്ലല്ലോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എങ്ങനെയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ആ 10 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, +10 ആവൂലേ? സോ 10 ഉണ്ട്, പിന്നെ എന്തുണ്ട്, അവിടെ ഒരു -2 ഉണ്ട്. ഓൾറെഡി ഉള്ള -2 സാർ അങ്ങനെ തന്നെ എഴുതി വെച്ച്. നിങ്ങൾ ഇങ്ങനെ എഴുതാനും കുഴപ്പമില്ല. -2ന്റെ ശേഷം +10 എഴുതാനും കുഴപ്പമില്ല. എക്സാക്ട്ലി സെയിം. 5 - 3 എന്ന് പറയുന്നതും -3 + 5 എന്നൊക്കെ സെയിം അല്ലേ? കാരണം എന്താ, ഈ 5 പ്ലസ് ആണ്. സോ നമ്മൾ രണ്ടാമത് എഴുതുമ്പോൾ പ്ലസ് കാണിക്കും, ഒന്നാമത് എഴുതുമ്പോൾ നെഗറ്റീവ് കാണിക്കണമെങ്കിൽ, ഒന്നാമത് എഴുതുമ്പോൾ സൈന് കാണിക്കണമെങ്കിൽ നെഗറ്റീവ് ആണ്. റെഡിയല്ലേ? നമ്മള് 5 + 3 +5 + 3 എന്ന് കാണിക്കില്ല. ഒന്നാമത്തെ ആൾക്ക് സൈന് കാണിക്കില്ല, അത് നെഗറ്റീവ് ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ. സോ 5 - 3 നമുക്ക് എങ്ങനെ കാണിക്കാം, 3 + 5 എന്ന് എഴുതാം. ബട്ട് ഈ 5 പ്ലസ് ആയതുകൊണ്ട് +5 കൊടുത്ത്, ബട്ട് -3 എന്ന് കാണിക്കണം, സിൻസ് 3 എന്തായതുകൊണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട്. ചെറിയ ബേസ് ആണല്ലേ? സോ 5x മൈനസ് 4x ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, x കിട്ടും. അവിടുത്തെ ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. 10 - 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 8 കിട്ടും. സോ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. നമ്പർ ലൈനിൽ കാണിക്കാൻ പറയണേ, ആസ് യൂഷ്വൽ നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്നു, 8നെ വട്ടം വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് 8ന്റെ സ്ഥലം. ലെസ് ദാൻ ആണ്, അപ്പൊ ലെഫ്റ്റ് സൈഡ് ആണ്. 8നേക്കാൾ കുറവുള്ള സ്ഥലം ഏതാ ആലോചിച്ചാൽ മതി. ഇവിടെ ആരെ എഴുതിയാലും 8നേക്കാൾ കൂടുതൽ, നമുക്ക് കുറവാണ് വേണ്ടത്. റെഡി അല്ലേ? സോ ഇനി എന്ത് ചെയ്യണം, 8 എന്ന് പറയുന്ന ആള് നമ്മൾ ഷെയ്ഡ് ചെയ്യണം, അതിന്റെ എല്ലാ ലെഫ്റ്റ് സൈഡിലും ഷെയ്ഡ് ചെയ്യണം. സോ ഇതാണ് നമ്മളെ നമ്പർ ലൈനിൽ വരുന്ന സൊല്യൂഷൻ. നോക്കട്ടെ, 3 മാർക്കിന് എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയും ചോദിക്കാം, ഈ രീതിയിലും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം, പല രീതിയിൽ ചോദിക്കും. എങ്ങനെയായാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. എന്ത് ചെയ്യുക, കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. മാത്രമല്ല സാറി ഒരു കാര്യം എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, ഈ ക്ലാസിന്റെ നോട്ടുകൾക്കും അതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ടി നമ്മളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അതേപോലെ കമന്റിലൊക്കെ നമ്മൾ കൊടുക്കും. റെഡി? സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സാർ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലെ? നമുക്കറിയാം താഴെയുള്ള ആൾക്കാരൊക്കെ ഒഴിവാക്കണം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പൊ ഈ 2ന് ഒരു ബുദ്ധിമുട്ടില്ല, നേരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 2ന് പ്രശ്നം തരും. ബട്ട് ഇത് ഒറ്റ ടേം അല്ല, ഇവിടെ ഒരു ടേം ഇവിടെ ഉണ്ട്, ഒരു ടേം ഇവിടെ ഉണ്ട്. സോ ഇയാളെ മൊത്തത്തിൽ ഒരു ടേം ആക്കണം, ഒറ്റ ടേം ആക്കണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ ഈ ഒരു ടേം, ഈ ഒരു റൈറ്റ് സൈഡിനെ നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പോവാം. ലെഫ്റ്റ് സൈഡ് x/2 അതുപോലെ എഴുതി, x/2 ലെസ് ദാൻ. ഇനി റൈറ്റ് സൈഡിൽ എന്തൊക്കെ ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ആസ് യൂഷ്വൽ ഈ ഇവിടെ ഇൻ കേസ് ബ്രാക്കറ്റിൽ നിങ്ങൾ ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5 ഇൻറ്റു 5x മൈനസ് 2. ബുദ്ധിമുട്ടില്ലല്ലോ. 5 ഇൻറ്റു 5x മൈനസ് 2. ഇനി അവിടെയുള്ള സൈന് നെഗറ്റീവ് ആണ്, സോ മൈനസ്. അടുത്ത ആളാ 3 ഇൻറ്റു 7x മൈനസ് 3.
all divided by 3 into 5. 3 into 5 എത്ര 15 അല്ലേ 15. സോ ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 5 നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ 3 ഉം 5 ഉം പാടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. റെഡി. സോ x/2 നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ x/2 ഒരു ചേഞ്ചും ഇല്ല, അതുപോലെ കീപ്പ് ചെയ്ത് ലെസ് ദാൻ ഇത് മൾട്ടിപ്ലൈ ആയി. 5 into 5 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും 25x minus 10. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് കെയർ കൊടുക്കണം, കാരണം ഓൾറെഡി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആള് നെഗറ്റീവാ. സോ നെഗറ്റീവ് ആയ ആളെ നെഗറ്റീവോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വെക്കണം, നെഗറ്റീവ് ആയ ആളെ പോസിറ്റീവോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആക്കണം. നിങ്ങൾക്ക് അറിയാലോ, നെഗറ്റീവും പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആവും, നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പോസിറ്റീവ് ആവും. ഇത് നിങ്ങൾക്ക് അറിയാലോ. ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ പോസിറ്റീവ്, ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ നെഗറ്റീവ്, സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ്. സെയിം സൈൻ പ്ലസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആയിട്ട് നിൽക്കും, മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോഴും പ്ലസ് ആവും. സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ്, ബട്ട് ഡിഫറെന്റ് സൈൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഈ രണ്ട് സമയത്തും ഇത് നെഗറ്റീവ് ആവും. മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്, ബേസിക് റൂളാണ്, നിങ്ങൾ പരിചയമുള്ളതായിരിക്കുമല്ലോ അല്ലെ. സോ ഇനി -3 ഓണാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അത് കെയർ കൊടുക്കണം എന്നാണ് സാർ പറഞ്ഞത്. നെഗറ്റീവ് നമ്പർ ഓണാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അത് ശ്രദ്ധിച്ചോളണം. സോ -3 into 7 എന്ന് പറഞ്ഞാൽ -21. എങ്ങനെ -21x ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ചെയ്യേണ്ട കാര്യം -3 into -3 ആണ്. നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താക്കണം, പ്ലസ് ആക്കണം. സോ +9 all divided by 15. എങ്ങനെ all divided by 15. റെഡി അല്ലേ? ഇനി നമുക്ക് സാധാ പോലെ സോൾവ് ചെയ്യാം. ഇവിടെ 25x ഉണ്ട്, അവിടെ -21x ഉണ്ട്, 25x 21x കുറിച്ച് ബാക്കി എന്താ 4x ഉണ്ടാവും അല്ലേ. സോ x/2 ലെഫ്റ്റ് സൈഡിൽ x/2 ഇത് അങ്ങനെ അങ്ങാണ്ട് നിൽക്കേണ്ട പാവും. x/2 അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. ലെസ് ദാൻ ഇനീക്വാളിറ്റി ഉണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുത്ത് ലെസ് ദാൻ 25 21x കൊടുത്താൽ. ഇനി ചില ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്ക് 25x - 10 അടുത്ത സ്റ്റെപ്പിൽ 15x ആക്കും. ഇങ്ങനെ ആക്കാൻ പറ്റുമോ? ഇങ്ങനെ ആക്കാൻ പറ്റൂല. എക്സ് ഉള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ, നമ്പേഴ്സുകൾ മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ എക്സ് ഉള്ള ആൾക്കാരെ സാർ ഇതിനെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് ഈ 25ഉം ഈ 21ഉം 25 പോസിറ്റീവും 21 -1. 25x ഉണ്ട്, 25 ആപ്പിൾ ഉണ്ട്, അവിടുന്ന് 21 ആപ്പിൾ കുറയ്ക്കണം ആരും ആലോചിക്കാം. അല്ലാണ്ട് 25 ആപ്പിൾ നിന്ന് 10 കുറയ്ക്കാൻ കഴിയും. 25 ആപ്പിൾ നിന്ന് 10 കുറച്ചാൽ എന്താ 10 ആപ്പിൾ കുറച്ചാൽ നമുക്ക് 15 ആപ്പിൾ കിട്ടും. ബട്ട് അങ്ങനെയല്ല, അവിടെ 25 ആപ്പിളും 10 എന്ന് പറയുന്ന നമ്പർ ആണൊന്നും ചെയ്യാനില്ല. എക്സ് തന്നെ ആപ്പിൾ ആയിട്ട് വിചാരിക്കാൻ റെഡിയല്ലേ? ഇങ്ങനെ പറയുന്നത് ഇത് തെറ്റിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ടാ, റെഡിയല്ലേ? സോ ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ മിസ്റ്റേക്ക് ഒന്നോട്ടെ, നോ ഇഷ്യൂസ്. എക്സാമിൽ ആ ഒരു മിസ്റ്റേക്ക് വരരുത്, റെഡിയല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ഒക്കെ ഉണ്ടായിട്ടില്ലേ, നമ്മൾ എന്തിനാ വെറുതെ കളയുന്നത്? സോ 25x 21x കുറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x കിട്ടും, 4x. ഇനി -10 ഉണ്ട്, +9 ഉണ്ട്. -10 + 9 വലിയ നമ്പറിന് ചെറുത് കുറയ്ക്കപ്പോൾ 1 കിട്ടും, വലിയ ആളെ സൈൻ കൊടുത്താൽ -1 കിട്ടും. സോ 4x - 1 കിട്ടി. all divided by അവിടെ ആരുണ്ട്? all divided by താഴെ ആരുണ്ടടാ? 15 ഉണ്ടല്ലോ, ആ 15 അതുപോലെ എഴുതി കൊടുക്കാം, ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് സോൾവ് ചെയ്തൂടെ? ഇത് ഏകദേശം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പാറ്റേണിലേക്ക് വന്നുകൊണ്ടിരിക്കണില്ലേ? നമുക്ക് നേരത്തെ ചെയ്ത പാറ്റേണിലേക്ക് വന്നില്ലേ? താഴെയുള്ള രണ്ടാൾക്കാർ രണ്ട് സൈഡിലേക്ക് ഉണ്ടാവാം. ഇവിടെ /2 ഉണ്ട്, അവിടെ /15 ഉണ്ട്. രണ്ടാള് രണ്ട് സൈഡിൽ ഇങ്ങനെ 2 അപ്പുറത്തേക്കും 15 ഇപ്പുറത്തേക്കും. 2 അപ്പുറത്തും 15 ഇപ്പുറത്തേക്ക് എത്തി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. സോ 15 into അവിടെ ഓൾറെഡി x ഉണ്ടല്ലോ, 15 into x ലെസ് ദാൻ ആണ് അവിടുത്തെ ഇനീക്വാളിറ്റി. നമ്മൾ ലെസ് ദാൻ കൊടുത്ത് ഇനി 2 into ഇനി അവിടെ ഉള്ള ആളാ 4x - 1. സാർ ഇപ്പൊ എന്ത് ചെയ്തിൽ ഇത് മിസ്റ്റേക്ക് ഉണ്ടോ? സാർ ഇപ്പോൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? വേഗം പറഞ്ഞു. സാർ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടാവും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും മിസ്റ്റേക്ക് ഉണ്ടാവില്ല സാറിൽ എഴുതുന്നു. അത് നോക്ക്, അതാ സാറ് നേരത്തെ പറഞ്ഞില്ല ഈ 15 അങ്ങോട്ട് പോയി ഇന്റെ 15 ആയി, ഒരു ഇഷ്യൂ ഇല്ല, കുഴപ്പമില്ല. ബട്ട് ഈ /2 പോകുമ്പോ ഈ 2 എന്ന് പറയുന്നത് 4 മാത്രം മൾട്ടിപ്ലൈ ആണോ? അല്ല. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത് കേട്ടോ. സോ 2 into 4x - 1 എന്ന് എഴുതുമ്പോൾ നിർബന്ധമായിട്ട് അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തോളാം. കാരണം ഈ 2 വരുന്നത് രണ്ട് പേർക്കാ, 4x മാത്രമല്ല. ബ്രാക്കറ്റ് കൊടുത്തില്ലേ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ തെറ്റിക്കും. നിർബന്ധമായിട്ട് ബ്രാക്കറ്റ് കൊടുത്തോളാം. ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ ആ ടേമും പ്രൊട്ടക്റ്റഡ് ആയി. അപ്പൊ ടേമിനെ മൊത്തത്തിലായി 2 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ 15 into x ചെയ്താൽ നമുക്ക് 15x കിട്ടും. 15x ലെസ് ദാൻ 8x 15x less than 8x minus 2. സോ നമുക്കറിയാം ഈ 8x അങ്ങോട്ട് പോയാൽ ഏകദേശം പ്രശ്നം തീർന്ന്. 15x minus 8x 15x minus 8x
ലെസ് ദാൻ നമുക്ക് എന്ത് കിട്ടി -2 കിട്ടി. കറക്റ്റ് അല്ലേ? 15x നമ്മൾ എന്ത് കുറച്ച് 8x കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് വരും? 15 - 8 എന്നാണ് എത്ര? 7 അല്ലേ? സോ 7x ലെസ് ദാൻ -2 എന്ന് കിട്ടും. ഓർ x ലെസ് ദാൻ, നമ്മളെ ഫൈനൽ ആൻസർ ഇതാ, x ലെസ് ദാൻ -2 ഡിവൈഡഡ് ബൈ 7. -2 ഡിവൈഡഡ് ബൈ 7 ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. സോ ഈ രീതിയിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഗൈസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. നോക്ക്, നിങ്ങൾ പറയും സിമ്പിൾ ചാപ്റ്റർ അല്ലേ? സോ ഒരു കാര്യം മറക്കരുത്, നമ്മളെ +1 ചാനലിൽ, അത് നമ്മളെ +1 ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യണം. ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ സാർ നിങ്ങൾക്ക് വേണ്ടി നമ്മളെ ബ്രോഡ്കാസ്റ്റിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് തരാം. നമ്മളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ ആക്കി തരാം. ബ്രോഡ്കാസ്റ്റ് അല്ല, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമന്റിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നിർബന്ധമായിട്ടും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ക്ലാസ്സിനെ അറിയിച്ചു കൊടുക്കുക. സോ ഗൈസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത അടിപൊളി ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഗൈസ് ഗുഡ് ബൈ.